ജ്യേഷ്ഠ, നാം എത്ര നേരമായി അങ്ങയെ വിളിക്കുന്നു? നാം ഇത്രയും അടുത്ത് വന്ന് സംസാരിച്ചിട്ടും അങ്ങെന്താണ് ഈ പുറത്തേക്ക് നോക്കി നിൽക്കുന്നത്? അനുജ, ആരാണ് അദ്ദേഹം? തന്റെ ആയുധകലകളാൽ ഈ പ്രപഞ്ചത്തെ തന്നെ കിടിലം കൊള്ളിക്കുന്നവൻ. അങ്ങ് ആരുടെ കാര്യമാണ് പറയുന്നത്? നാം നോക്കട്ടെ. അത് നമ്മുടെ വീരയോദ്ധാവല്ലേ? വീരയോദ്ധാവ്? അതേ ജ്യേഷ്ഠ, ഋഷിവംശകുലത്തിലെ രാജകുമാരൻ എന്നും പറയും. നമ്മുടെ രാജ്യത്തിന്റെ വീരരാജപട്ടം അദ്ദേഹം തന്നെ തിരഞ്ഞെടുത്തതാണ്. ഋഷിവംശത്താൽ വരം ലഭിച്ചവനാണ് അദ്ദേഹം. വരം ലഭിച്ചുവെന്നോ? തന്റെ കഠിനമായ തപസ്സിനാലും അർപ്പിതത്താലും അദ്ദേഹത്തിന് 3 വരം ലഭിച്ചിട്ടുണ്ട്. എന്നിട്ട് നാം ഇതൊന്നും അറിഞ്ഞിരുന്നില്ലല്ലോ. അങ്ങതിന് ഇവിടെ ഉണ്ടാവാറില്ലല്ലോ. എല്ലാ രാജ്യങ്ങളെയും കലകൾ അഭ്യസിക്കാൻ പോയതല്ലേ. ആട്ടെ, ആ 3 വരങ്ങൾ ഏതാണ്? ഒന്നാമത്തെ വരം എന്ന് പറയുന്നത് ബലബ്രഹ്മശക്തി. അദ്ദേഹത്തിനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ഏത് യുദ്ധത്തിലായാലും വിജയം അദ്ദേഹത്തിന് തന്നെയായിരിക്കും. രണ്ടാമത്തേത് മായശക്തി. അങ്ങ് കണ്ടില്ലേ, സൂര്യനെയും ജലത്തെയും വായുവിനെയും എല്ലാത്തിനെയും അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ പറ്റും. അതുമാത്രമല്ല, എല്ലാത്തിനെയും നശിപ്പിക്കാനും ഈ ശക്തികളെ കൊണ്ടാവും അത്രേ. മൂന്നാമത്തെ വരം? അതുമാത്രം ആർക്കും അറിയില്ല. അദ്ദേഹം ഇതുവരെ അത് വെളിപ്പെടുത്തിയിട്ടുമില്ല. ഈ 2 വരങ്ങൾ അദ്ദേഹത്തിന്റെ അർപ്പിതത്താൽ നൽകിയതാണത്രേ. പക്ഷെ മൂന്നാമത്തെ വരം അതും അദ്ദേഹം തെരഞ്ഞെടുത്തതാണെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമുക്കറിയേണ്ടത് ആ മൂന്നാമത്തെ വരം എന്താണെന്നാണ്. അത് ആർക്കും അറിയാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ പ്രിയ മിത്രത്തോട് പോലും അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല. അതെങ്ങനെ നിനക്കറിയാം? അത് നമുക്ക് അറിയാം. നാം എല്ലാം കാണുന്നുണ്ട്. അവരതാ പോകുന്നു. നാം ഇപ്പോ വരാം. ജ്യേഷ്ഠ, അങ്ങ് തനിച്ച് എങ്ങോട്ടാണ്? പിതാവ് പറഞ്ഞിട്ടുണ്ട് അങ്ങയെ തനിച്ച് എവിടെയും വിടരുതെന്ന്. ജ്യേഷ്ഠ, നിൽക്കൂ. നമുക്ക് അദ്ദേഹത്തെ കാണണം. നീ വരൂ നമ്മുടെ കൂടെയെങ്കിൽ. ഒന്നവിടെ നിന്നാലും. യുവരാജൻ നീണാർ വാണട്ടെ. യുവരാജൻ, അങ്ങ് എന്തിനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? എന്താ, നമുക്കിങ്ങോട്ട് വരാൻ പാടില്ലെന്നുണ്ടോ? ക്ഷമിക്കണം, പര്യായികളും ആയുധങ്ങളുമില്ലാതെ അങ്ങ് ഒറ്റയ്ക്ക് വന്നതുകൊണ്ടാണ് നാം അങ്ങനെ ചോദിച്ചത്. അതുമാത്രമല്ല, ഈ വഴി ആർക്കും അറിയില്ല. അങ്ങക്ക് ഇതെങ്ങനെ മനസ്സിലായി? ജ്യേഷ്ഠന് ഇങ്ങോട്ട് വരണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നു. അതിനെന്താ? അതുമാത്രമല്ല, നാം ഇല്ലേ അദ്ദേഹത്തിന്റെ കൂടെ? അങ്ങക്കെന്താ നമ്മെ കാണുന്നില്ലേ? ക്ഷമിക്കണം കുമാര, നാം അങ്ങയെ ശ്രദ്ധിച്ചില്ല. അങ്ങയുടെ നാമം എന്താണ്? ജ്യേഷ്ഠ, അങ്ങ് എന്താണ് ചോദിക്കുന്നത്? നാം പറയുന്നത് തെറ്റാണെങ്കിൽ നമ്മോട് ക്ഷമിക്കണം യുവരാജൻ. അങ്ങക്ക് നമ്മുടെ നിയമം അറിയില്ലെന്നുണ്ടോ? തന്റെ പാതിയാവൻ പോകുന്നവരോട് മാത്രമേ നാമം ഉച്ചരിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമം അങ്ങ് മറന്നുപോയതാണോ? നമുക്ക് അങ്ങയോട് സംസാരിക്കണം, തനിച്ച്. ധ്യാനു, വീര, എങ്കിൽ നാം അപ്പുറത്തുണ്ടാകും. അനുജ, ജ്യേഷ്ഠ, നമുക്ക് ഇദ്ദേഹത്തോട് തനിച്ച് സംസാരിക്കണമെന്ന്. നാം അങ്ങയെ വിട്ട് പോകില്ല. ഇവൻ നമ്മെ നാണം കെടുത്തു. നീ നമ്മെ നാണം കെടുത്തുമോ? പോകൂ ഇവിടുന്ന്. ശരി. എന്നോട് പിണക്കമാണോ? അങ്ങയോട് പിണങ്ങാൻ മാത്രം നമ്മൾ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്?
ക്ഷമിച്ചാലും വീരയോദ്ധാവ് വന്നതിൽ പിന്നെ നമുക്ക് അങ്ങയുടെ അടുത്തേക്ക് വരാൻ സാധിച്ചിട്ടില്ലെന്ന് അറിയാം. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമല്ലേ? എങ്കിലും നാം സമയം കണ്ടെത്തി വരാൻ ശ്രമിച്ചിട്ടുണ്ട്. നീയല്ലേ നമ്മെ കാണാതെ ഒഴിഞ്ഞു മാറി നടന്നത്? നാം അങ്ങനെ ചെയ്തെന്ന് കരുതി അങ്ങ് നമ്മുടെ പുറകെ വരണം. അങ്ങനെയല്ലേ വേണ്ടത്? ഓ, അങ്ങനെയാണോ? അത് നമുക്കറിയില്ലായിരുന്നു. ഇനി നാം അങ്ങനെ ചെയ്തോളാം. നാം അങ്ങയോട് ചോദിച്ചത് കേട്ടില്ലേ? അങ്ങയുടെ നാമം എന്താണ്? ചന്ദ്രചൂട്. ചന്ദ്രചൂട ശിവശങ്കര പാർവതി രമണാനി നഗർ. അങ്ങയ്ക്ക് ഒരുപാട് ആയുധകലകൾ അറിയാമെന്ന് നാം കേട്ടു. അങ്ങ് കേട്ടതെല്ലാം ശരി തന്നെയാണ്. ആ മൂന്നാമത്തെ വരം അതെന്താണ്? അങ്ങായി ചോദിച്ചു വാങ്ങിയ വരം നാം അത് പറയണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മോട് പറയാൻ സാധിക്കില്ല അത് അങ്ങയ്ക്ക്. അത് പറയാൻ മാത്രമുള്ള ബന്ധം അങ്ങയ്ക്കും നമുക്കിടയിലുമുണ്ടോ? അങ്ങ് നമ്മെ പരിഹസിക്കുകയാണോ? നാം അങ്ങയോട് സത്യം ചോദിച്ചതല്ലേ? ഇതാണോ സത്യം? വീരൻ മാതാവ് അങ്ങയെ കാണണമെന്ന് പറഞ്ഞ് ദൂതനെ അയച്ചിട്ടുണ്ട്. പോകാം. നാം ചോദിച്ചതിനുള്ള മറുപടി അങ്ങ് നമുക്ക് തന്നില്ല. ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ടാകുമ്പോൾ നാം മറുപടി പറയേണ്ട ആവശ്യമെന്താണ്? നമുക്കതിനുള്ള ഉത്തരം അങ്ങയുടെ നാവിൽ നിന്നാണ് കേൾക്കേണ്ടത്. അങ്ങ് നമ്മെ സേവിക്കാൻ ഇന്ന് നമ്മുടെ അന്തഃപുരയിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ സേവനം യുവരാജാവിന് ആവശ്യമോ? അങ്ങ് നമ്മെ സേവിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണോ? ഞാൻ മഹിഷ്മതി, യുവരാജൻ അങ്ങയോട് ആജ്ഞാപിക്കുന്നു. അങ്ങ് വന്നേ ആകണം. ജ്യേഷ്ഠ, അങ്ങ് എന്തൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്? നമുക്കൊരിക്കലും അദ്ദേഹത്തോട് ആജ്ഞാപിക്കാനാകില്ലെന്ന് അങ്ങയ്ക്ക് അറിയില്ലേ? പിതാവ് ഇതറിഞ്ഞാൽ എന്താ സംഭവിക്കുക? അദ്ദേഹമായി തിരഞ്ഞെടുത്തതാണ് നമ്മുടെ യോദ്ധാപട്ടം. അതുകൊണ്ടാണ് എല്ലാ ശത്രുക്കളിൽ നിന്നും നമ്മൾ ഇതുവരെ സുരക്ഷിതരായത്. അങ്ങയുടെ ഈ സംസാരം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതെ അത് ഉപേക്ഷിച്ചാൽ? ഒരിക്കലുമില്ല. അദ്ദേഹം അത് സ്വീകരിച്ചത് എന്തിനാണെന്ന് നമുക്കറിയാം. പക്ഷേ ആ ഉത്തരം നാം അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് തന്നെ പറയിപ്പിക്കും. ജ്യേഷ്ഠ, അങ്ങ് ഇതെന്തൊക്കെയാ പറയുന്നത്? നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. വരൂ, നമുക്ക് തിരിച്ചു പോകാം. ജ്യേഷ്ഠ, പിതാവ് അങ്ങയെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങ് താളിയോല അയച്ചത് പിതാവ് അറിഞ്ഞിരിക്കുന്നു. പുത്രമിത്ര, അങ്ങ് എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? അങ്ങ് വീരയോദ്ധാവിന് താളിയോല അയച്ചിരിക്കുന്നുവെന്നോ? പിതാവെ, അങ്ങ് ശങ്കിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കുറച്ച് യോദ്ധകലകൾ പഠിക്കാനുണ്ട്. അതിനുവേണ്ടി നാം അദ്ദേഹത്തിന് ആ താളിയോലകൾ അയച്ചത്. പക്ഷെ അവർക്കതൊരു അപമാനമായി തോന്നിയാൽ? ഒരിക്കലുമില്ല പിതാവെ, നമുക്കത് ഉറപ്പുണ്ട്. ഇനി അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അദ്ദേഹത്തോട് എല്ലാവരുടെ മുന്നിൽ വെച്ച് മാപ്പ് പറയാനും നാം തയ്യാറാണ്. അങ്ങ് ശങ്കിക്കാലും പോയാലും പിതാവെ, അദ്ദേഹം നമ്മുടേത് നിരസിക്കില്ല എന്ന് തന്നെ നാം വിശ്വസിക്കുന്നു. ജ്യേഷ്ഠ, അങ്ങ് എന്തൊക്കെയാണ് പിതാവിനോട് പറഞ്ഞിരിക്കുന്നത്? നാം പറഞ്ഞതിൽ എന്താണ് പ്രശ്നം? പക്ഷെ അങ്ങ് അദ്ദേഹത്തോട് ഇങ്ങനെയൊന്നല്ലല്ലോ സംസാരിച്ചത്. അദ്ദേഹം അത് പിതാവിനോട് പറഞ്ഞാൽ? അദ്ദേഹം ഒരിക്കലും നമ്മെ പറ്റി പിതാവിനോട് പറയില്ല അനുജ. അതെന്താണ് അങ്ങക്ക് ഇത്ര ഉറപ്പ്? കാരണമുണ്ടെന്ന് കൂട്ടിക്കോ. അദ്ദേഹം വരുമെന്ന് അങ്ങക്ക് ഉറപ്പുണ്ടോ? നമ്മുടെ മനസ്സ് അങ്ങനെ പറയുന്നു. നാം വർഷങ്ങളായി കാത്തിരിക്കുന്ന നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം. അങ്ങയുടെ ഈ തത്വങ്ങളൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. വീരയോധ, അങ്ങയ്ക്ക് കൊട്ടാരത്തിൽ നിന്ന് ഒരു സന്ദേശമുണ്ട്. നാം യുവരാജാവിനെ കാണാൻ ചെല്ലണമെന്നായിരിക്കും. പക്ഷേ എത്ര ധൈര്യമുണ്ടായിട്ടാണ് യുവരാജൻ ഇങ്ങനെ ഒരു താളിയോല അയച്ചത്? അദ്ദേഹത്തിന്റെ അടിമയായിട്ടാണ് അങ്ങയെ അദ്ദേഹം കാണുന്നത്. അങ്ങനെ ഒരിക്കലും അതിന് സാധിക്കില്ലെന്ന് അവർക്കറിയില്ലേ? എന്തായാലും ഇത് രാജാവ് അറിഞ്ഞിട്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നു തന്നെ കണ്ടില്ലേ അദ്ദേഹം എന്തൊക്കെയാണ് അങ്ങയോട് പറഞ്ഞത്? അങ്ങയോട് ആജ്ഞാപിക്കുകയായിരുന്നില്ലേ? നമുക്ക് പുറപ്പെടാം. അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഇതൊരു ഉത്തരത്തിനുള്ള ചോദ്യമാണ്. അത് തീർപ്പാക്കി കൊടുക്കേണ്ടത് നമ്മുടെ കടമയും. എങ്കിൽ നാമും അങ്ങയുടെ കൂടെ കൊട്ടാരത്തിലേക്ക് വരാം. നമ്മുടെ സഹായത്തിനോ അതോ? നാം അങ്ങയുടെ സഹായത്തിന് തന്നെ. ശരി, എങ്കിൽ പോകാം. കണ്ടുപിടിച്ച് കാണുമോ? യുവരാജൻ,
വീരയോദ്ധാവ് അങ്ങയെ സന്ദർശിക്കാൻ വന്നിട്ടുണ്ട്. ആ, അദ്ദേഹത്തോട് വരാൻ പറയൂ. വീരയോദ്ധാവിന് നമ്മുടെ അന്തഃപുരയിലേക്ക് സ്വാഗതം. അങ്ങ് നമ്മെ എന്തിനാണ് വിളിപ്പിച്ചത്? അതിനുള്ള ഉത്തരം അങ്ങയ്ക്ക് അറിയില്ലേ? യുവരാജന്റെ മനസ്സിലുള്ളത് നാം എങ്ങനെയാണ് അറിയുന്നത്? ഓ, അങ്ങനെയാണോ? അങ്ങയ്ക്ക് ഒരുപാട് ആയുധകലകളും സിദ്ധികളും അറിയില്ലേ? അതെല്ലാം നമുക്കും കൂടി ഒന്ന് പഠിക്കാമെന്ന് കരുതി. അതിനാണോ അങ്ങ് നമ്മെ വിളിപ്പിച്ചത്? അതെ. അങ്ങ് മറ്റെന്തെങ്കിലും കരുതിയോ? അങ്ങയ്ക്കത് പഠിച്ചെടുക്കേണ്ട ആവശ്യമില്ല യുവരാജൻ. അങ്ങയുടെ കർത്തവ്യവും നമ്മുടെ കർത്തവ്യവും രണ്ടും രണ്ടാണ്. ഇത് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് പോകാമായിരുന്നു. നിന്നാലും വീര, കാത്തിരിക്കാമെന്ന് അങ്ങ് നമുക്ക് തന്ന വാക്ക് അത് ഏത് കർത്തവ്യത്തിൽ പെടും? നാം ഇവിടെ കാത്തിരുന്നിട്ടുണ്ട്. നാം തിരഞ്ഞു വന്നിട്ടുമുണ്ട്. അങ്ങീ രാജ്യത്തിന്റെ യുവരാജാവാണ്. നാം ആ പദവി ആഗ്രഹിക്കുന്നില്ല. നാം ആഗ്രഹിക്കുന്നത് ശ്രേഷ്ഠമിത്ര ചന്ദ്രചൂഡനാവാനാണ്. അങ്ങക്ക് തീരുമാനിക്കാൻ സമയമുണ്ട്. ഒന്നിനെ നാം സ്വന്തമാക്കിയാൽ പിന്നെ ഒരു വിലക്കുകളും നമ്മെ ബാധിക്കില്ല. അത് രാജവിലക്കാണെങ്കിൽ പോലും. അന്നും ഇന്നും നാം ഒരുവനാലെ പൂർണ്ണവനാവാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. നമ്മുടെ മരണം വരെ അതങ്ങനെ തന്നെയായിരിക്കും. ശ്രേഷ്ഠ, അങ്ങ് നമ്മെ അന്വേഷിച്ചു വന്നില്ലല്ലോ. ആരു പറഞ്ഞു? നമ്മുടെ നിഴൽ എന്നും നിന്റെ കൂടെ ഉണ്ടായിരുന്നു. മിത്രമേ, ഇതാരാ? യുവരാജാവോ? വന്നാലും നാം കരുതി ഇങ്ങോട്ടുള്ള വഴികളൊക്കെ മറന്നുപോയെന്ന്. നമ്മുടെ സുഹൃത്തിനെ നമുക്കങ്ങനെ മറക്കാൻ പറ്റുമോ? ശേഷു, നീ നമുക്കൊന്നും കൊണ്ടുവന്നില്ലേ? അയ്യോ, നാം അത് മറന്നുപോയല്ലോ. ശേഷു, ഞാനിനി നിന്നോട് മിണ്ടില്ല. കാവേരി, അദ്ദേഹത്തെ പേര് ചൊല്ലി വിളിക്കാൻ പാടില്ല. നമ്മുടെ യുവരാജാവാൻ പോകുന്ന ആളല്ലേ. ഞാൻ അങ്ങനെ തന്നെ വിളിക്കും. അവൾ നമ്മുടെ കുഞ്ഞനുജത്തിയല്ലേ, അവൾ അങ്ങനെ തന്നെ വിളിച്ചോട്ടെ. നാം യുവരാജാവാൻ പോകുകയാണെന്ന് കരുതി നമ്മുടെ ഭയബന്ധത്തിൽ യാതൊരു കളങ്കവും ഉണ്ടാവില്ല. നമുക്കതറിയാം മിത്ര. പക്ഷേ കൊട്ടാരത്തിൽ ആരെങ്കിലും അത് ശ്രദ്ധിച്ചാൽ? അതിന് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. ഇനി അഥവാ ഉണ്ടായാൽ തന്നെ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്കറിയാം. അതൊക്കെ പോട്ടെ, യാത്രാവിശേഷങ്ങളൊന്നും നീ നമുക്ക് പറഞ്ഞു തന്നില്ലല്ലോ. വരൂ, ഒരുപാടുണ്ട് പറയാൻ. പിന്നെ ഇത് നമ്മുടെ കുഞ്ഞനുജത്തിക്കുള്ളതാണ്. നിന്നെ നാം മറന്നു പോകുമോ? നമുക്കറിയാം നമ്മെ മറക്കില്ലെന്ന്. രാജൻ, നാം അങ്ങയോട് പറഞ്ഞില്ലേ അവരുടെ ബന്ധം നമ്മൾ കരുതുന്ന പോലെയല്ലെന്ന്. നമ്മുടെ പ്രജകൾ ഇതറിഞ്ഞാൽ എന്താണുണ്ടാവുക എന്ന് അങ്ങയ്ക്കറിയില്ലേ? നമുക്കെന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയില്ല മന്ത്രി. രാജൻ, ഇവിടെ അങ്ങ് മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. യുവരാജാവിന്റെ വിവാഹം പെട്ടെന്ന് തന്നെ നടത്തുക. അങ്ങ് അദ്ദേഹത്തെ ഈ ബന്ധത്തിൽ നിന്ന് പറഞ്ഞ് തിരുത്തിയേ പറ്റൂ. നമ്മുടെ രാജ്യത്തിനും അതുതന്നെയാണ് നല്ലത്. ഇങ്ങനെ ഒരു ബന്ധം അത് നമുക്കാർക്കും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട യുവരാജാവ് തന്നെ ഇങ്ങനെ കാണിച്ചാൽ നമ്മുടെ കുലം തന്നെ മുടിയാൻ അത് കാരണമാകും. ആരവിടെ? നമുക്ക് യുവരാജാവിനെയും വീരയോദ്ധാവിനെയും ഉടനടി കാണണം. ആജ്ഞ പോലെ രാജൻ. നമുക്ക് നമ്മുടെ പുത്രന്മാരെ എല്ലാത്തിലും ഉപരി വിശ്വാസമായിരുന്നു. പക്ഷെ ആ വിശ്വാസങ്ങളെല്ലാം പറിച്ചെറിയുന്ന വിധമാണ് നമ്മുടെ പുത്രന്മാർ നമ്മോട് കാണിച്ചത്. ഇത്രയും വലിയ നീചപ്രവൃത്തി എങ്ങനെ ചെയ്യാൻ സാധിച്ചു നിനക്ക് മിത്ര? ഒരാളെ സ്നേഹിക്കുന്നത് തെറ്റാണോ പിതാവേ? സ്നേഹിക്കുന്നത് തെറ്റാണെന്ന് നാം ഒരിക്കലും പറഞ്ഞില്ല. പക്ഷെ അത് എന്താണ് നിർത്തിയത് പിതാവേ? നാം സ്നേഹിക്കുന്നത് ഒരു പുരുഷനെ തന്നെയാണ് എന്നതല്ലേ? അതെ, നാം സ്നേഹിക്കുന്നത് ഒരു പുരുഷനെ തന്നെയാണ്. അത് പറയാൻ നമുക്ക് യാതൊരു മടിയുമില്ല. നിനക്കത് പറയാൻ യാതൊരു മടിയും ഉണ്ടാവില്ല പുത്ര. പക്ഷെ നാം ജനങ്ങളുടെ മുന്നിൽ എങ്ങനെ തലയുയർത്തി നിൽക്കും? നമ്മുടെ പുത്രൻ ഒരു സ്വർഗാനുരാഗിയാണെന്ന് നാം എങ്ങനെ പറയും? അങ്ങക്ക്
ഇതൊരു അപമാനമായി തോന്നുന്നുണ്ടാവും പിതാവേ. പക്ഷെ ദൈവം നമ്മെ സൃഷ്ടിച്ചത് ഇങ്ങനെയാണ്. അതിൽ നാം എന്തു ചെയ്യാനാണ്? നമുക്കതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. വീരയോധ, നാം അങ്ങയുടെ മേലെ അത്യധികം ബഹുമാനം വച്ചിരുന്നു. പക്ഷെ അങ്ങ് ഇത്രയും വലിയ നീചപ്രവൃത്തി നമ്മോട് ചെയ്യുമെന്ന് നാം സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എങ്ങനെ തോന്നി അങ്ങക്ക് ഇത്രയും തരം താഴ്ന്ന പ്രവൃത്തി ചെയ്യാൻ? അങ്ങയെ വിശ്വസിച്ച നമ്മോട് തന്നെ നമുക്കിപ്പോൾ ലജ്ജ തോന്നുന്നു. പിതാവെ, നിർത്തൂ. ഇനിയും നമ്മുടെ വീരയോദ്ധാവിന്റെ മേലെ അങ്ങ് ഇങ്ങനെ സംസാരിച്ച നാം എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് നമുക്കറിയില്ല. പുത്ര, യുവരാജാവൻ ഈ ഒരുവന് വേണ്ടി അങ്ങ് രാജാവിനോട് തന്നെ കയർത്ത് സംസാരിക്കുന്നുവോ? ഇത്രയും വലിയ നീചപ്രവൃത്തി ചെയ്തിട്ടും രാജൻ അതിനെ ക്ഷമിച്ചു വിടാൻ തയ്യാറായിട്ട് അങ്ങ് എന്തൊക്കെയാണ് ഈ സംസാരിച്ചത്? നമുക്ക് അങ്ങയുടെ ഉപദേശം ആവശ്യമില്ല മന്ത്രി. പിന്നെ നാം സംസാരിക്കുന്നത് നമ്മുടെ പിതാവിനോടാണ്. പുത്ര, ഇവനു വേണ്ടി അങ്ങ് നമ്മെ തള്ളി പറയുകയാണോ? നാം ഒരിക്കലും അങ്ങയെ തള്ളി പറഞ്ഞിട്ടില്ല പിതാവേ. പക്ഷെ അങ്ങാണ് നമ്മുടെ സ്നേഹത്തിനെതിരെ വാക്കുകൾ തൊഴുതുവിടുന്നത്. ഇതെല്ലാം വെറും ഒരു മായ മാത്രമാണ് പുത്ര. ഇതിൽ നിന്ന് പുറത്തു വരൂ നീ. ഇല്ല പിതാവേ, ഇത് മായയല്ല. ഇത് നമ്മുടെ പ്രണയമാണ്. അങ്ങൊരു യുവരാജാവാനും പോകുന്ന ആളാ. പ്രജകൾ അങ്ങ് എങ്ങനെയാണ് കാണുക എന്ന് അങ്ങക്ക് അറിയുമോ? ഇങ്ങനെ ഒരാൾ ഈ പദവിയിൽ ഇരിക്കാൻ തന്നെ യോഗ്യനല്ല. എങ്കിൽ നാം ആ പദവി ഇവിടെ ഉപേക്ഷിക്കുന്നു പിതാവേ. പുത്ര, നീ എന്താണെന്ന് പറയുന്നതെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? നാം ഒരിക്കലും ഈ പദവി ആഗ്രഹിച്ചിട്ടില്ല പിതാവേ. അങ്ങയ്ക്ക് വേണ്ടിയാണ് നാം ഇത് തിരഞ്ഞെടുത്തത്. ഇന്ന് വരെ നാം അങ്ങയോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ പിതാവേ. നമുക്ക് നമ്മുടെ വീരയോദ്ധാവിന്റെ കൂടെ ജീവിക്കണം. ഛേ, എങ്ങനെ തോന്നുന്നു നിനക്ക് നമ്മോട് ഇത് പറയാൻ? അങ്ങയുടെ മനസ്സിൽ ഇപ്പോൾ നമ്മോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ പിതാവേ. അതുകൊണ്ട് നാം ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. നാം വീരയോദ്ധാവിന്റെ കൂടെ പോവുകയാണ്. ഈ സ്ഥാനവും നാം ഇവിടെ ഉപേക്ഷിക്കുന്നു. അങ്ങയ്ക്ക് എന്ന് നമ്മെ മനസ്സിലാക്കാൻ സാധിക്കുന്നുവോ അന്ന് അങ്ങ് വിളിക്കുകയാണെങ്കിൽ നാം തീർച്ചയായും വരും. ജ്യേഷ്ഠ, നമ്മോട് ക്ഷമിച്ചാലും മനുജ, നമുക്കിതല്ലാതെ വേറെ വഴിയില്ല. പിതാവിനെ എന്ന് നമ്മെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുവോ അന്നേ നാം ഇങ്ങോട്ട് വരികയുള്ളൂ. രാജമെത്തയിൽ കഴിഞ്ഞ അങ്ങയ്ക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ശ്രേഷ്ഠ, നാം ആദ്യമായിട്ടാണ് പിതാവിനോട് ഇങ്ങനെ സംസാരിക്കുന്നത്. പിതാവിന് ഒത്തിരി ദുഃഖമായിട്ടുണ്ടാകും. തിരിച്ചു പോവാൻ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങ്? ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇനി അങ്ങ് ഇങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ. നമ്മിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി അത് നടക്കില്ല. വീര, യുവരാജാവിനെയും കൂട്ടി അകത്ത് വന്നിരിക്കൂ. പുറത്ത് നല്ല മഞ്ഞുണ്ട്. വരൂ, നാം എല്ലാവർക്കും ഭക്ഷണം എടുത്തു വച്ചിട്ടുണ്ട്. യുവരാജാവിന് ഇവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ ഇഷ്ടപ്പെടുമോ? മാതാവേ, ദയവ് ചെയ്ത് അങ്ങ് നമ്മെ അങ്ങനെ വിളിക്കാതിരുന്നാലും നാമും അങ്ങയുടെ പുത്രൻ തന്നെയല്ലേ? തീർച്ചയായും നീയും നമ്മുടെ പുത്രൻ തന്നെയാണ്. വീര, നമ്മൾ പണ്ട് വരാറുണ്ടായിരുന്ന ആ അരുവിയുടെ അടുത്തേക്ക് നമ്മെ കൊണ്ടുപോകുമോ? ഇവിടെ അങ്ങും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല അല്ലേ? ചിലതങ്ങനെയാണ്. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അതിന്റെ മാറ്റിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. നമ്മുടെ പ്രണയം പോലെ അല്ലേ? പുത്ര, നീ എന്താണ് നമ്മോടൊന്നും സംസാരിക്കാത്തത്? നാം എന്താണ് അങ്ങയോട് സംസാരിക്കേണ്ടത് പിതാവേ? നാളെ നമ്മുടെ ജ്യേഷ്ഠന്റെ അവസ്ഥ തന്നെ ആയിരിക്കില്ലേ നമുക്കും? അതുകൊണ്ട് എല്ലാത്തിൽ നിന്നും അകലം പാലിക്കാമെന്ന് വിചാരിച്ചു. മിത്രമേ, നീ എന്താണ് ഇവിടെ? നമ്മെ കാണാൻ വന്നതാണോ? അതേ യുവരാജൻ, അതുമാത്രമല്ല, നാം രാജാവ് പറഞ്ഞ ഒരു സന്ദേശം കൂടി അറിയിക്കാനാണ് വന്നത്.
പിതാവിന്റെ പക്കൽ നിന്ന് സന്ദേശമോ? നമുക്കോ? രാജാവ് അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മോട് അങ്ങയെ കൂട്ടിക്കൊണ്ടുവരാനും. മിത്രമേ, നീ പറയുന്നത് സത്യമാണോ? വീര, അങ്ങ് കേട്ടില്ലേ, പിതാവ് നമ്മെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന്. നാമും നിന്റെ കൂടെയെങ്കിൽ കൊട്ടാരത്തിലേക്ക് വരാം. രാജാവ് അങ്ങയെ ഒറ്റക്ക് കാണാനാണ് ആഗ്രഹിക്കുന്നത്. വീര, എങ്കിൽ അങ്ങ് വരേണ്ട ആവശ്യമില്ല. അങ്ങക്ക് ഇവിടെ ഒരുപാട് ജോലികളില്ലേ? നിന്നെ തനിച്ചു വിടാൻ നമുക്കാകില്ല. പിതാവിന് ചിലപ്പോൾ പൂർണ്ണമായും എല്ലാം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും നമ്മെ മാത്രം വിളിച്ചത്. നാം ചെന്നാദ്യം പിതാവിനോട് സംസാരിക്കട്ടെ. അങ്ങ് നമ്മെ കൂട്ടാൻ വന്നാൽ മാത്രം മതി. എങ്കിലും നീ തനിച്ചു പോണ്ട. നാമുണ്ടല്ലോ അദ്ദേഹത്തിന്റെ കൂടെ. അതെ, നമ്മുടെ മിത്രമുണ്ടല്ലോ കൂടെ. അങ്ങ് ഭയപ്പെടേണ്ട, നാം തിരിച്ചു വരും. നാം എന്നും അങ്ങയുടെ കൂടെ ഉണ്ടാവും വീര. അങ്ങ് ഭയപ്പെടാതെ. മാതാവേ, പിതാവേ, എങ്കിൽ നാം പോയി വരാം. സൂക്ഷിച്ചു പോണം പുത്ര. കൊട്ടാരത്തിൽ നിന്നല്ലേ ആ മണിമുഴക്കം കേൾക്കുന്നത്? വീരയോധ, എന്താണ് കാര്യം? ആ, രാജാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു. എന്താ? അവിടെ യുവരാജാവിനെ എല്ലാരും കൂടി ഉപദ്രവിക്കുന്നു. ഇതിന്റെ പേരിൽ. ശ്രേഷ്ഠ, പിതാവേ, അനുജ. രാജാവ് നിങ്ങളെ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞതുകൊണ്ട് എങ്ങനെ തോന്നി രാജാവിനെയും കുമാരനെയും വധിക്കാൻ? നാമല്ല, നാം ചെയ്തിട്ടില്ല. വിശ്വസിച്ചാലും ഇയാൾ പറയുന്നതെല്ലാം കള്ളമാണ്. നാം പറയുന്നത് കള്ളമാണെന്നോ? എങ്കിൽ ഇത് കണ്ട ദൃക്സാക്ഷിയെ നാം ഇവിടെ കൊണ്ടുവരാം. ആർത്തിക, പറയൂ, നീ എന്താണ് കണ്ടത്? നാം കണ്ടതാണ് രാജാവിനോട് തർക്കിക്കുന്നത്. യുവരാജാവ് ആ ദേഷ്യത്തിന് രാജാവിനെയും കുമാരനെയും നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടതാണ്. കേട്ടില്ല പ്രജകളെ പറഞ്ഞത്? ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കൂ. മിത്രമേ, ഇവനെ വെറുതെ വിടരുത്. ശ്രേഷ്ഠ, വീര, വേണ്ട, അരുത്, അങ്ങനെ ചെയ്യരുത്. വേണ്ട. ശ്രേഷ്ഠ കണ്ണു തുറക്ക്. വീര, ശ്രേഷ്ഠ, നമ്മോട് ക്ഷമിച്ചാലും നാം വരും. അങ്ങയ്ക്കായി നാം തിരിച്ചു വരും. ഇല്ല, നമ്മെ തടിച്ചാക്കി പോകരുത്. ശ്രേഷ്ഠ, എത്ര ജന്മമെടുത്തായാലും നിനക്കായി നാം പുനർജനിച്ചു വരും. നമ്മുടെ പ്രാണനെ നമ്മിൽ നിന്ന് പിരിപ്പിച്ച ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല. വീരയോധ, ശ്രേഷ്ഠ, എന്നോട് ക്ഷമിക്ക്. തിരിച്ചറിയാതെ പോയല്ലോ ഞാൻ. എന്റെ തൊട്ടരികിലുണ്ടായിട്ടും മനസ്സിലാക്കിയില്ലല്ലോ ഞാൻ. വന്നൂടായിരുന്നു, എന്റെ അടുത്തേക്ക് വന്നൂടായിരുന്നു. എല്ലാം എന്നോട് പറഞ്ഞൂടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഇത്ര കാലം എങ്ങനെയാ നിന്നതെന്ന് അറിയോ? അയാളെല്ലാം ചെയ്ത് എന്റെ പിതാവിനെ, അനുജനെ, എല്ലാം അയാളാ. അറിയാം, എല്ലാം അയാളാ ചെയ്തതെന്നറിയാം. അതുകൊണ്ടാ നീ എല്ലാം തിരിച്ചറിയുന്ന നിമിഷം വരെ അയാൾക്ക് ആയുസ് കൊടുത്തത്. വെറുതെ വിടരുത്, അയാളെ വെറുതെ വിടരുത്. ഇല്ല, അന്നും ഇന്നും നിന്നെ ദ്രോഹിച്ചതിന് എല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കും ഞാൻ അയാൾക്ക്. ഹൻഷ്, കരയാതെ. ഒരുപാട് നീ കരഞ്ഞില്ലേ? ഇനി ഈ കണ്ണ് നിറയാൻ ഞാൻ സമ്മതിക്കില്ല. ധ്രുവി,
ഡാ ധ്രുവി, എന്റെ മോനെ എന്ത് ഫൈറ്റ് ആയിരുന്നടാ. എന്റെ കണ്ണ് തള്ളിപ്പോയി. ഓ, ആ അവസാനത്തെ മാസ് ഡയലോഗും രോമാഞ്ചിഫിക്കേഷൻ ആയടാ. ഞാനിത്രയൊക്കെ പറഞ്ഞിട്ടും നീ എന്താടാ ഇതെന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നെ? അനുജ, എന്തോന്ന്? അനുജനാ? എന്റെ തൊട്ടു മുന്നിൽ നീ ഉണ്ടായിട്ട് പോലും ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞില്ലല്ലോടാ. നീ എന്തൊക്കെയാടാ ഈ പിച്ചും പേയും പറയുന്നേ? ഇവന്റെ മേത്തിനി വല്ല പാതയും കേറിയതാണോ? നിനക്കിനെ മനസ്സിലായില്ലടാ. ആ, മനസ്സിലായി. എനിക്കെല്ലാം മനസ്സിലായി. എന്തോ ഇതാ വരണോ? പാറമ്മ എന്നെ വിളിക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. ഞാനിപ്പോ വരാവേ. യാദു, ഡാ കാശിയേട്ടാ, അവനെന്താ ഇങ്ങനെ പെരുമാറുന്നേ? അവനെന്നെ മനസ്സിലായില്ലേ? യാദവിന് അവന്റെ കഴിഞ്ഞ ജന്മത്തെ കുറിച്ച് യാതൊരു അറിവുമില്ല. താൻ എന്തിനാണ് കൊല്ലപ്പെട്ടതെന്ന് അറിയാതെ മരിച്ചവനാണ് അവൻ. അതുകൊണ്ട് തന്നെ അവനൊന്നും ഓർമ്മയില്ല. ഇനി അതെല്ലാം അവനോട് പറഞ്ഞാലും അവനതൊരു കഥയായിട്ടേ തോന്നൂ. യുവരാജൻ നീനാർവായട്ടെ. വംശേട്ടാ, എല്ലാം അറിഞ്ഞിരുന്നിട്ടും വംശേട്ടൻ പോലും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ധ്രുവിമോനെ, നിന്നെ കാണാൻ യോഗി വന്നിട്ടുണ്ട്. ധ്രുവി, സുഖാണടാ. ഞാൻ എന്നും വിചാരിക്കും നിന്നെ വന്ന് കാണണമെന്ന്. ഇന്ന് അമ്പലത്തിൽ വെച്ചുണ്ടായത് ഞാൻ ഇപ്പേ അറിഞ്ഞപ്പോ തന്നെ നിന്നെ കാണാൻ ഇങ്ങോട്ട് ഓടി വന്നു. നീ എന്താടാ ഒന്നും പറയാത്തെ? ഞാൻ എന്ത് പറയണമെന്നാ നീ ആഗ്രഹിക്കുന്നത് മിത്രമേ? ധ്രുവി, വിളിച്ചു പോകരുത് നീ എന്നെ അങ്ങനെ. അന്നും ഇന്നും നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടില്ലോ ഉള്ളോടാ. എന്നിട്ട് എങ്ങനെ തോന്നി നിനക്കെന്നെ ചതിക്കാൻ? എല്ലാം അറിഞ്ഞിട്ടും എന്റെ മുന്നിൽ ഒന്നും അറിയാത്ത പാവത്തെ പോലെ തകർത്ത് അഭിനയിക്കായിരുന്നല്ലേ നീ? എന്ത് കിട്ടിയടാ നിനക്ക് അതുകൊണ്ട്? ധ്രുവി, അങ്ങനെ അല്ലടാ. എനിക്ക് വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടായിരുന്നടാ. വേണ്ട, ഇനി നീ പറയുന്ന കള്ളങ്ങൾ വിശ്വസിക്കാൻ ഞാൻ ഒരുക്കമല്ല. ധ്രുവി, ഞാനൊന്ന് പറയട്ടെ പ്ലീസ് ഡാ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഇനി നിന്നെ എനിക്ക് കാണാൻ വേണ്ട. കാവേരിയെ കൊല്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയോണ്ടാണ് എനിക്ക് അങ്ങനൊക്കെ പറയേണ്ടി വന്നേ. എന്താ നീ ഇപ്പൊ പറഞ്ഞേ? സത്യമാടാ. സ്വന്തം മകളാണെന്ന് പോലും നോക്കാതെ അവളെ കൊല്ലെന്ന് പറഞ്ഞ് അയാള് ഭീഷണിപ്പെടുത്തി. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നേ. എന്നോട് ക്ഷമിക്കടാ. പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെ ഞാൻ നിന്നോട് ചെയ്തത്. അത് മനസ്സിലും പേറി ഞാൻ ഇത്ര വർഷം ജീവിച്ച് നിന്നെ കാണുന്ന ഓരോ നിമിഷവും ഞാൻ ആ കുറ്റബോധം പേറി നീറി കഴിയായിരുന്നടാ. യോഗി, ക്ഷമിക്കട ഈ പാപിയോട്. ഇനി ഈ കുറ്റം പേറി ജീവിക്കാൻ എനിക്ക് വയ്യടാ. നീ തരുന്ന ഏത് ശിക്ഷയും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ നിന്നെ ഉപദ്രവിക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ എന്റെ മിത്രമല്ലടാ. ധ്രുവി, പാറമ്മ, മോനെ എണീറ്റ് വന്നിരിക്കെ അമ്മ കാപ്പി എടുക്ക. മോനെന്താ ഇന്ന് വൈകിയേ? അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ എണീക്കുന്ന ആളല്ലേ? ഇന്നെന്താ സൂര്യൻ മൂട്ടിൽ ഉദിക്കാൻ കാത്തിരുന്നോ? അല്ല പരമ, കാശിയേട്ടൻ എങ്ങട്ടാ ഈ രാവിലെ തന്നെ പോയി? കാശിയേട്ടന്റെ വണ്ടിന്റെ ഒച്ച കേട്ടിട്ടാ ഞാൻ ഇന്ന് നേരത്തെ എഴുന്നേറ്റ്. കാശിയേട്ടൻ അപ്പോ എവിടെയില്ലേ? എങ്ങോട്ടാ പോയെ? എന്നോട് പറഞ്ഞില്ലല്ലോ പോകുന്നേ. ധ്രുവി, നിന്റെ മൂട്ടിൽ എന്താടാ വല്ല കുരുണ്ടോ? കൊറേ നേരമായല്ലോ ഒരിടത്തിരിക്കാതെ നീ അങ്ങോട്ടും ഇങ്ങോട്ടും പെകിളി പിടിച്ച പോലെ നടക്കുന്നേ. അത് വാടച്ചു നിന്നോ, അല്ല എന്റെ കയ്യിന്ന് കിട്ടും നിനക്ക്. ഇതെന്റെ ധ്രുവിയല്ല. എന്റെ ധ്രുവി ഇങ്ങനെയൊന്നല്ല. യാദൂ, മിണ്ടാതെ നിക്ക. ചെക്കന്റെ മേത്ത് പിന്നെയും ബാധ കയറിയെന്ന് തോന്നുന്നു. ധ്രുവി മോനെ, നിനക്കിപ്പോ വല്ലാതെ ദേഷ്യം കൂടിയിട്ടുണ്ടോ കേട്ടോ. കൂൾ മാൻ, കൂൾ. അല്ല, നിന്റെ പ്രശ്നം എന്താ പറ. അങ്ങേര് ഇവിടുന്ന് രാവിലെ പോയതല്ലേ, ഇതുവരായിട്ടും വന്നു. അതും പോട്ടെ, എന്നൊന്ന് വിളിക്കെങ്കിലും ചെയ്തോ? നീ ഇതാരുടെ കാര്യടാ പറയുന്നേ? ഓ, നിന്റെ ഒക്കെ കാശിയേട്ടനില്ലേ, ഓയോളെ. ആ, അത് പറ. അപ്പൊ കാശിയേട്ടനെ കാണാത്തതാണ് മോന്റെ പ്രശ്നം. ഡാ, കാശിയേട്ടൻ എന്തെങ്കിലും തിരക്കപ്പെട്ടിട്ടുണ്ടാവും. അതായിരിക്കും വിളിക്കാൻ മറന്നിട്ടുണ്ടാവുക. അതെ, മറന്നത് തന്നെയായിരിക്കും. അല്ലേലും ധ്രുവിക്കിപ്പോ ഒന്നുമില്ലല്ലോ.
നീ എന്ത് കോക്കനേറ്റാടാ പറയുന്നേ? ആ ദാ കാശേട്ടന്റെ വണ്ടിന്റെ വെച്ചല്ലേ കാശേട്ടൻ വന്നെന്ന് തോന്നുന്നു. ഉം. അൻഷെവിടെ? എന്റെ പൊന്നു കാശേട്ടാ, നിങ്ങൾ വിളിച്ചില്ല മിണ്ടിയില്ല എന്നും പറഞ്ഞ് അതാ ബാൽക്കണിയില് പിണങ്ങി നിൽക്കുന്നുണ്ട്. അൻഷ് എന്നോട് പിണക്കത്തിലാണെന്ന് കേട്ടു. എന്നോടാരും മിണ്ടാൻ വരണ്ട. അൻഷ് കാശേട്ടൻ എവിടെയായിരുന്നു ഇത്ര നേരം? പോകുമ്പോ എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നു? ഞാൻ നിന്നെ വന്ന് നോക്കിയിരുന്നു. നീ നല്ല ഉറക്കത്തിലായതുകൊണ്ട് ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി. അപ്പോ ഇത്ര നേരമായിട്ട് ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ. ഞാൻ പോയ സ്ഥലത്ത് റേഞ്ച് ഇല്ലായിരുന്നു, അതുകൊണ്ടാടാ. ഓ, ഇനിയിപ്പോ ഓരോ കാരണങ്ങൾ പറഞ്ഞാ മതിയല്ലോ. കാശേട്ടൻ ഇപ്പോ എന്നോട് ആ പഴയ സ്നേഹം ഇല്ല. അൻഷ് നീ എന്തൊക്കെയാ പറയുന്നേ? വേണ്ട, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. കാശേട്ടന് വരാൻ പറ്റുന്ന ദൂരത്ത് ഞാൻ ഉണ്ടായിട്ടും എന്റെ അടുത്തേക്ക് വന്നില്ല. ഇപ്പോ തൊട്ടരികിൽ ഞാൻ ഉണ്ടായിട്ടും എന്നോടൊന്നും മിണ്ടാൻ പോലും കാശേട്ടന് സമയമില്ലല്ലോ. അൻഷ് നീ എന്തൊക്കെയാ പറയുന്നേ? വേണ്ട, ഇനി കാശേട്ടൻ എന്നോട് മിണ്ടണ്ട. എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. പൊക്കോ, എങ്ങോട്ടെങ്കിലും പൊക്കോ എന്റെ അടുത്തുനിന്ന്. അൻഷ് അൻഷ് ആ കാശേട്ടാ, അയ്യോ ഈശ്വര, കാശേട്ടാ എന്താ പറ്റി? ഏട്ടാ, വംശേട്ടാ, കാശേട്ടൻ. പേടിക്കണ്ട, ഏട്ടന് ഉറങ്ങി എഴുന്നേക്കുമ്പോ എല്ലാം ശരിയായിക്കോളും. വംശേട്ട ഒന്ന് നിന്നെ. കാശേട്ടൻ ഇങ്ങനെ ഇതിനു മുന്നേ ഉണ്ടാവാറുണ്ടോ? അത് സത്യം പറ വംശേട്ട, എന്നിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? ഞാൻ അറിയാത്ത ഇനി എന്തെങ്കിലും കാര്യമുണ്ടോ? ധ്രുവി, ഇല്ലടാ, അങ്ങനെയൊന്നുമില്ല. കള്ളം പറയരുത്. കാശേട്ടൻ ഇന്ന് എങ്ങോട്ടാ പോയെ? ധ്രുവി, നിന്നോടിത് പറയാൻ പാടില്ലെന്ന് പറഞ്ഞ് എന്നെ വിലക്കിയിട്ടുള്ളതാ. പക്ഷെ ഇപ്പോഴെങ്കിലും ഞാനിത് പറഞ്ഞില്ലെങ്കിൽ കാശേട്ടന്റെ നില ഇനി ഇതിലും ഗുരുതരമാവും. വംശേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? ഞാനും നീയൊക്കെ പുനർജനിച്ചതിന് ശേഷമല്ലേ നമ്മുടെ പഴയ കാലങ്ങൾ അറിയുന്നത്. പക്ഷേ കാശേട്ടൻ ചുട്ടുപയക്കുന്ന ഇരുമ്പൈക്കുള്ളിൽ 100 ജന്മങ്ങളായി നിന്റെ പുനർജന്മത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്താ പറഞ്ഞേ? വംശേട്ട ഒന്ന് തെളിച്ച് പറയുന്നുണ്ടോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്നെ നഷ്ടപ്പെട്ട നിമിഷത്തിൽ ഒരു ഭ്രാന്തനെ പോലെ മഹിഷ്മതി സാമ്രാജ്യത്തെയും ജനങ്ങളെയും തന്റെ അഗ്നിക്ക് ഇരയാക്കി ചന്ദ്രചൂഡൻ തന്റെ ശക്തികൾ ഒരിക്കലും സ്വന്തം സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ലെന്ന തിരിച്ചറിവുണ്ടായിട്ടും നിന്റെ സ്നേഹത്തിന് മുന്നിൽ അദ്ദേഹം അന്ധനായി. പക്ഷെ അവിടെയും 2 മാർഗങ്ങൾ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്. തന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ മറ്റൊരു ജന്മം എടുക്കുക, അതല്ലെങ്കിൽ ഇരുമ്പൈക്കുള്ളിൽ 100ഓളം വർഷം യാതനകൾ സഹിച്ച് നിന്റെ വരവിനായി കാത്തിരിക്കുക. നിനക്ക് വേണ്ടി നൂറ്റാണ്ടുകളോളം വേണമെങ്കിൽ യാതന സഹിക്കാൻ അദ്ദേഹം ഒരുക്കാണ്. പക്ഷെ അവിടെയും പരീക്ഷണം നിന്നില്ല. നീ ചോദിച്ചില്ലേ എന്തുകൊണ്ടാ നിന്നോട് വന്ന് പറയാഞ്ഞത്, നിന്റെ അടുത്തേക്ക് വരാഞ്ഞത്? നീയായി എല്ലാം മനസ്സിലാക്കി വരാതെ ഒന്നും പറയാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. അങ്ങനെ പറഞ്ഞ നിന്റെ ഓർമ്മകളിൽ നിന്ന് പോലും കാശിയേട്ടൻ ഇല്ലാതാവുമായിരുന്നു. പക്ഷെ കാശേട്ടൻ ഇപ്പൊ എന്താ പറ്റുന്നത്? ശിക്ഷകള് ഇപ്പോഴും തീർന്നിട്ടില്ല. ചുട്ടുപയക്കുന്ന വേദനകൾ ഇപ്പോഴും കാശിയേട്ടനെ വേട്ടയാടുന്നുണ്ട്. ഇതിനെല്ലാം ഒരു പോംവഴി മാത്രമേ ഉള്ളൂ. അതിന് കാശിയേട്ടൻ ഒരിക്കലും അനുവദിക്കുകയില്ല. കാരണം അവിടെ നിനക്ക് നോവൂ എന്നുള്ള പേടി. കാശേട്ടാ, എന്തു പറ്റി? എന്തിനാ കരഞ്ഞ? കാശേട്ടൻ. ഏയ്, എനിക്കൊന്നുമില്ലടാ. ഇന്ന് വണ്ടിയിൽ ഒരുപാട് യാത്ര ചെയ്തില്ലേ, അതിന്റെ ക്ഷീണമായിരുന്നു. ദേ ഇപ്പൊ ഉറങ്ങി നീച്ചപ്പോ ഞാൻ റെഡി ആയില്ലേ. എത്ര കാലം ഈ കള്ളം നിങ്ങൾ എന്നോട് പറയും? അൻഷ്,
നിങ്ങളുടെ ജീവനേക്കാളും വലുതാണോ ഞാൻ? കാരണം എന്റെ ജീവൻ തന്നെ നീയല്ലേ. എങ്കിൽ ആ ജീവന് എനിക്ക് പൂർണ്ണനാക്കണം. അഞ്ച്. പറ്റില്ലെന്ന് മാത്രം പറയരുത്. അഞ്ച് വേണ്ട, നിനക്ക് നോവും. നിന്നെ ഞാൻ നോവിപ്പിക്കാൻ തയ്യാറല്ല. നീ ഇപ്പോഴും കുഞ്ഞാ. നമുക്കിതിന് ഇനിയും സമയമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നോവുന്നത് കാണുമ്പോ എനിക്ക് സന്തോഷാവുന്നാണോ നിങ്ങൾ കരുതുന്നേ? അഞ്ച് വേണ്ടടാ, ഇത്രയും ഞാൻ നിനക്ക് വേണ്ടി കാത്തിരുന്നല്ലേ. ഇനിയും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ഇനി ഒരു നിമിഷം പോലും നിങ്ങളെ വേദനിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. എന്നെ ഈ കാശിനാഥന്റെ മാത്രം ആക്കിക്കൂടെ? പ്ലീസ്. അഞ്ച്, ഞാനൊന്നും കൂടി പറയാം. പറ്റില്ലെങ്കിൽ നമുക്കിത് ഇവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യാം. നീ ഓക്കെ ഇല്ലെങ്കിൽ പറയണം. നമുക്ക് പിന്നെ ഒരു സാവാം. വേണ്ട. എങ്ങോട്ടാണാവോ ഈ പ്രമാണങ്ങളൊക്കെ കെട്ടിപ്പൂട്ടി വെച്ച് പോകാൻ നോക്കുന്നേ? അത് നിന്നോട് പറയേണ്ട ആവശ്യമല്ല. എന്റെ മുന്നിൽ നിന്ന് ഒച്ചെടുക്കാൻ നീ വളർന്നിട്ടില്ല. എന്റെ കൂടെ നിന്നാ ഇതിന്റെ പങ്കും പറ്റി നിനക്ക് ഇവിടെ നിക്കാം. അല്ലാന്നാണെങ്കിൽ മോനാണെന്നൊന്നും ഞാൻ നോക്കില്ല. അല്ലെങ്കിലും താൻ എപ്പോഴാണോ എന്നെ അങ്ങനെ കണ്ടിട്ടുള്ളത്? അച്ഛൻ എന്നുള്ള പേര് തൊന്നെപ്പോലുള്ളവർക്കൊന്നും ചേരില്ലടോ. ഡാ, എന്റെ മുന്നിൽ നിന്ന് അധികം ഒച്ച ഇട്ടാലുണ്ടല്ലോ, ഈ രാമനുണ്ടിന്റെ തനിക്കോണം നീ കാണും. അതിന് താൻ ആദ്യം ഇനി എഴുന്നേറ്റ് നിന്നിട്ട് വേണ്ടടോ. എന്താ മന്ത്രി ഇങ്ങനെ മീച്ചു നോക്കുന്നത്? നമ്മെ അങ്ങക്ക് മനസ്സിലായില്ലേ? യുവരാജൻ. അപ്പൊ നമ്മെ അങ്ങ് മറന്നിട്ടില്ല അല്ലേ? ഇനി മറന്നാലും പ്രശ്നമല്ല. എന്നെ എന്നും ഓർത്തിരിക്കാനുള്ള സമ്മാനം തനിക്ക് ഞാൻ തരുന്നുണ്ട്. മോനെ, നീ എന്നോട് ക്ഷമിക്ക്. എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാനിനി നിങ്ങൾ പറയുന്നതെല്ലാം കേട്ട് നിന്നോളാം. ആഹാ, അപ്പൊ രാമനുണ്ണിക്ക് അപേക്ഷിക്കാനും അറിയാം. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഇയാൾ എന്ത് തൊറ പരിപാടി വേണമെങ്കിലും കാണിക്കും. തന്റെ മാപ്പ് പറച്ചിലിനുള്ള അവസരമൊക്കെ കഴിഞ്ഞിടോ. അന്നും ഇന്നും നീ ഇവനെ നോവിച്ചതിന് എന്റെ പട്ടികയിൽ നിനക്ക് ഇളവില്ല. കാശിനാഥ, എനിക്കൊരു തെറ്റുപറ്റി. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് എങ്ങനെയാടാ തെറ്റാവുന്നത്? അത് പാപമാണ്. ആ പാപത്തിന്റെ ശിക്ഷ നിന്നെ കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കും. ഇയാളെ ഒറ്റയടിക്ക് കൊല്ലാൻ പാടില്ല കാശിയേട്ടാ. നമ്മൾ അനുഭവിച്ച വേദനന്റെ ഒരംശമെങ്കിലും ഇയാളും അറിയണം. നിന്നെ എന്നിൽ നിന്ന് അടർത്തിയ ഇയാളെ അങ്ങനെ പെട്ടെന്ന് ഞാൻ കൊല്ലില്ല. മഹാദേവ കടാശം കൊണ്ട് ദേവി പ്രതിഷ്ഠ ഭംഗിയായി കഴിഞ്ഞിരിക്കുന്നു. കണ്ടില്ലേ ദേവിയുടെ വിഗ്രഹം? ആ പ്രതിഷ്ഠയിൽ ജ്വലിച്ചു നിക്കണേ. രണ്ടില്ലക്കാരും ഒന്നിച്ചു ചെയ്തത് കൊണ്ടാണ് ഈ ഐശ്വര്യം വന്നിരിക്കണേ. ഇനി ഇത് അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോവുകന്നെ. അല്ല, രാമനുണ്ണിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കൈയിന്റെയും കാലിന്റെയും സ്വാധീനം നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഇനി എഴുന്നേറ്റ് നടക്കാൻ സാധിക്കില്ല. മനുഷ്യന്റെ സ്ഥിതി ഇത്രയേ ഉള്ളൂ. ഒരു വീഴ്ച വീണതല്ലേ, പിന്നെ സഹതപിച്ചിട്ട് കാര്യമില്ല. അയാള് ചെയ്തു കൂട്ടിയതിനുള്ള ശിക്ഷ ദേവി കൊടുത്തതാണ്. തിരുമേനി, മനസ്സിലായി. നാം ജാതകം നോക്കിയിരുന്നു. ദേവിയുടെ ഈ പ്രതിഷ്ഠ ദിനത്തിൽ തന്നെ വിവാഹം നടത്തുന്നതാണ് ഉത്തമം. 10നും 10:30 ഇടയില് നല്ല മുഹൂർത്താണിപ്പോ. പക്ഷെ തിരുമേനി, നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഒരു വിവാഹോ? താൻ എന്താടോ പറഞ്ഞു വരുന്നേ?
സ്നേഹിക്കുന്ന രണ്ട് മനസ്സുകളെ ഒന്നിപ്പിക്കുന്നതിന്റെ അത്രയും ഐശ്വര്യം വേറൊന്നിനുമില്ല. മനസ്സിന്റെയും ആത്മാവിന്റെയും പൊരുത്തം, അതാണ് നോക്കേണ്ടത്. അവിടെ രൂപങ്ങൾക്കോ ഭാവങ്ങൾക്കോ യാതൊരു സ്ഥാനവും ഇല്ല. വർഷങ്ങളായി ആത്മാക്കൾ ഒന്നിച്ചവരാണ് ഇവര്. ഇവരെ വേർപ്പെടുത്തി ദേവീകോപം വാങ്ങാൻ നാം ഒരുക്കമല്ല. കൂടേണ്ടവർക്ക് കൂടാം, അല്ലാത്തവർ ഇവിടുന്ന് പിരിയാം. ചടങ്ങുകളെല്ലാം പെട്ടെന്ന് ഒരുക്കിക്കോളൂ. വിവാഹം അമ്പലനടയിൽ വെച്ച് തന്നെ നടക്കട്ടെ. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ. കാശിയേട്ടാ, ആ കാണുന്നത് എന്റെ അച്ഛനും അമ്മയായിരിക്കുമല്ലേ? അവരെന്നെ അനുഗ്രഹിക്കുന്നുണ്ടാവുമല്ലേ? കാശിയേട്ടാ, എന്താ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക. ആ മൂന്നാമത്തെ വരം അതെന്താണ്? ഞാനത് പറയണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മോടത് പറയാൻ അങ്ങയ്ക്കാവില്ലേ? അത് പറയാൻ മാത്രമുള്ള ബന്ധം. കാരണം ഞാൻ നിങ്ങളുടെ ഭർത്താവാണ്. എന്താണ് ആ വരം? നീ. ഹാ, ഞാനിനി എത്ര ജന്മമെടുത്താലും എന്റെ പ്രണയമായി, എന്റെ ജീവനായി നിന്നെ വേണമെന്ന്. കാശേട്ടാ, എങ്ങനെയാ മനുഷ്യൻ നിങ്ങൾക്ക് എന്നെ ഇത്രത്തോളം സ്നേഹിക്കാൻ പറ്റുന്നേ? കാരണം നീ എന്റെ പ്രണയമാണ്. ഐ ലവ് യു കാശേട്ടാ. ലവ് യു ടു.